നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് PDP. പാലക്കാട് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. മത്സരിക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് അബ്ദുൽ നാസർ മഅദനി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിക്കുമെന്നും PDP നേതാക്കൾ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. PDP LDFിലെ ഘടകകക്ഷി അല്ലെങ്കിലും വർഷങ്ങളായി LDFിനെ പിന്തുണയ്ക്കുകയാണ്. ഈ PDPയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നോടൊപ്പം ഉണ്ട്. ജില്ലാ പ്രസിഡന്റ് ഹിഷാം അലിയാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ നിങ്ങൾ LDFിനെയാണ് കാലങ്ങളായിട്ട് പിന്തുണയ്ക്കുന്നത്. ഇത്തവണ എന്താണ് ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം? LDFിന് PDP വളരെ നീണ്ട കാലമായിട്ട് ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട് എങ്കിലും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം LDFിൻ്റെയോ മറ്റ് ഏതെങ്കിലും മുന്നണിയുടെ ഒരു ഭാഗമായിട്ടല്ല. പക്ഷേ PDP കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റേതായാലും മറ്റു കോൺഗ്രസിൻ്റേതായാലും മറ്റു മതേതര പാർട്ടികളുടെയൊക്കെ നയങ്ങളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PDP പിന്തുണ കൊടുക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കൂടുതൽ ഉള്ള മുഴുവൻ മണ്ഡലങ്ങളിലും പാർട്ടി മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ആ റിപ്പോർട്ട് കൊടുക്കും. PDPയുടെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കണോ ഒറ്റയ്ക്ക് നിൽക്കണോ എന്ന് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്.